महद्भिर्ययमाः पुरो विभुः निर्माय शेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वचांसि मे हयग्रीव हयग्रीव हयग्रीवेति यो वदेत् तस्य निःसरते वाणी जह्नुकन्या प्रवाहवत् योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् इन्दुकुन्दतुषाराभा भक्तचित्तानुवर्तिनी वाणी मे रसनारङ्गे करोतु नटनं सदा प्रेमप्रदानीकविचक्षणाभ्याम् अनन्यभक्तैरभिवन्दिताभ्यां मदीयचित्तासनशोभिताभ्यां नमो नमः प्रेमिकपादुकाभ्यां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गो जय बोल सद्गुरु महाराज की जय. ഭാഗവതം രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞ വിഷയം എന്താണ്, ഇത് കേൾക്കാനുള്ള അർഹത യോഗ്യത ആർക്കാണ്, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നു. അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം, ഇതാണ് ഓരോരോ ഗ്രന്ഥത്തിൻ്റെ ചതുഷ്ടയം എന്ന് പറയുന്നത്. അണുബന്ധ ചതുഷ്ടയം എന്നാണ് പറയും. ഈ ഭാഗവതം കേൾക്കാനുള്ള അധികാരി ആരാണ് ഇവിടെ പറയുന്നു? നിർമത്സരാണാം സതാം, മാത്സര്യം ഇല്ലാത്തവർക്കാണ് ഇതിൽ പ്രധാന അധികാരിത്വം. നമ്മളൊക്കെ മാത്സര്യമുള്ളവരാണ്. ഇയാൾക്ക് എന്താ ധൈര്യം, ഞാൻ പല സപ്താഹം കേട്ട ആളാണ്, അങ്ങനെയൊക്കെ മത്സരിച്ച് നടക്കും. ശരിക്കും ഭാഗവതം കേട്ട് ആസ്വദിക്കുന്നവർ ആര് പറഞ്ഞാലും അവിടെ നിന്ന് മുന്നിൽ ഇരുന്ന് കേൾക്കും. അതിന് പല ജന്മത്തിൽ സുഹൃതം ചെയ്തവർക്ക് അങ്ങനെ തോന്നുള്ളൂ. ഇതാണ് ഭാഗവതം കേൾക്കാനുള്ള പ്രധാന അധികാരി. പിന്നെ ഭാഗവതത്തിൽ പറഞ്ഞ വിഷയം ധർമ്മ പ്രോജ്ജിത കൈതവ. കൈതവം കാപട്യം ഇല്ലാത്ത ധർമ്മമാണ്. ഒരു ധർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലം പ്രതീക്ഷിച്ചാൽ അത് കപടം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഫലം പ്രതീക്ഷിക്കാതെ നമ്മൾ ഭഗവാനോട് ഭക്തി ചെയ്യുമ്പോഴാണ് ഒരു അമ്മ എങ്ങനെയാണ് കുട്ടിയോട് പ്രേമം കാണിക്കുന്നുവോ, ഓരോരോ അമ്മയും കുട്ടിയോട് പ്രേമം കാണിക്കുന്നുണ്ട്. എന്താ കാരണം, ഈ കുട്ടി വലുതായ ശേഷം നമ്മൾ നോക്കും, അങ്ങനെ വിചാരിക്കുന്നില്ലേ. ചിലപ്പോൾ കുട്ടികൾ നോക്കാതെ പോവും. നാളും അമ്മ എങ്ങനെ കുട്ടികളെ നോക്കുന്നുവോ അതുപോലെയാണ് നമ്മൾ ഭഗവാനോട് ഭക്തി ചെയ്യണം എന്നാണ് പറയുന്നു. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. സത്യമായ ഭഗവാനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവും. ശിവദം താപത്രയോന്മൂലനം, നമുക്ക് വരുന്ന എല്ലാവിധമായ കഷ്ടങ്ങളും, ശരീരത്തിൽ വരുന്ന വ്യാധികൾ, മനസ്സിൽ വരുന്ന ആധികൾ, പിന്നെ കാലം കൊണ്ട് വരുന്ന ബാധകൾ, അതാണ് ആദി ദൈവികം. പിന്നെ ആദി ഭൗതികം, ഭൂതങ്ങളെ കൊണ്ട്, നായ, പാമ്പ്, ഇങ്ങനെ ഭൂതങ്ങളെ കൊണ്ട് വരുന്ന ദുഃഖങ്ങൾ, ഈ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കും ഭാഗവത ശ്രവണം. താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. മഹാമുനിയായ സാക്ഷാത് ഭഗവാൻ തന്നെ ഇത് അരുളിച്ചതാണ്. അല്ലെങ്കിൽ മഹാമുനിയായ വ്യാസൻ ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ. ഈ ഭാഗവതം ഉള്ളപ്പോൾ വേറെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഭാഗവതത്തിൽ തന്നെ എല്ലാ പുരാണ കഥകളും പറഞ്ഞിട്ടുണ്ട്. ശിവപുരാണത്തിൽ പ്രധാനമായ ദക്ഷയജ്ഞം, പാർവതി കല്യാണം ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. അതേപോലെ രാമായണത്തിലുള്ള കഥകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഭാരത കഥകളൊക്കെ ആദ്യത്തെ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോരോ ക്ഷേത്ര തീർത്ഥ മഹിമകൾ, സ്കന്ദപുരാണത്തിൽ പറഞ്ഞ തീർത്ഥക്ഷേത്ര മഹിമകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പുരാണത്തിൽ പറഞ്ഞ സകല കാര്യങ്ങളും ഇവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു,
കിം വാ പറൈഹി ഈശ്വരഃ സദ്യോ ഹി കിം വാ പറൈഹി. വേറെ ശാസ്ത്രം പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഭഗവാനെ തെളിഞ്ഞ് കാരണം ഈ ഭാഗവതം ശ്രവിക്കുമ്പോൾ നമ്മുടെ ചെവി വഴി കൂടി ഭഗവാൻ ഉള്ളിൽ എത്തിച്ചേരും. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഹി ശുശ്രൂഷിഭിസ്തക്ഷണാത്. ഇത്ര പെരുമ ഉണ്ടെങ്കിലും ഭാഗവതം കേൾക്കാൻ എല്ലാവരും വരാറില്ല. എന്താ കാരണം? അത് കേൾക്കാൻ കുറച്ചുകൂടി പുണ്യം വേണ്ടേ? കൃതിഭിഹി. ചിലപ്പോൾ ചായക്കടയിൽ കൂടുതൽ തിരക്കുണ്ടാവും, സുവർണ്ണക്കടയിൽ അത്ര തിരക്കും ഉണ്ടാവില്ല. എന്താ കാരണം? സുവർണ്ണ മേടിക്കാൻ അത്ര പൈസ വേണ്ടേ? അപ്പോൾ പൈസ ഉള്ളവർ മാത്രമേ സുവർണ്ണക്കടയിൽ കയറുള്ളൂ. ചായ കടയ്ക്ക് പോലെ 10 രൂപ ഉണ്ടായാൽ മതി, ചായ കടയ്ക്ക് പോവാം. അതുപോലെ സാധാരണ വിഷയങ്ങൾക്ക് കൂടുതൽ ആളുകൾ ചെല്ലും. ചിലപ്പോൾ ഗാനമേളയോ ഡാൻസോ അതൊക്കെ കൂടുതൽ ആളുകൾ ചെല്ലും. ഭാഗവത്തിൽ അത്ര കൂടുതൽ ആളുകൾ വരാറില്ല. എന്താ കാരണം? അത്രയും പുണ്യം വേണ്ടേ? കൃതിഭിഹി. പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ശുശ്രൂഷിഭിഹി തക്ഷണാത്. ഭാഗവതം കേൾക്കണം താത്പര്യത്തോട് നമ്മൾ പുറപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ എത്തിച്ചേരും എന്നാണ് ഇവിടെ പറയുന്നു. പിന്നെ എല്ലാ പുരാണങ്ങളുടെയും വേദങ്ങളുടെയും സാരമാണ് ഭാഗവതം എന്നാണ് 3-ാമത്തെ ശ്ലോകത്തിൽ വേദത്തിൻ്റെ പഴമായിട്ട് ഇവിടെ വർണ്ണിക്കുന്നു. നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നിഗമകൽപ്പതരോർ ഗളിതം ഫലം. നമുക്ക് എന്ത് വേണമെങ്കിലും വേദത്തിൽ മന്ത്രമുണ്ട്. നമുക്ക് പുത്രഭാഗ്യത്തിനും അതേപോലെ വിവാഹത്തിന്, പിന്നെ ശത്രുബാധ നീങ്ങാൻ, അങ്ങനെ ഓരോരോ മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് അത് നിഗമം. നിതരാം ഗമയതി പുരുഷാർത്ഥ സാധനാനി ഇതി നിഗമഃ. നിഗമകൽപ്പതരോർ ഗളിതം. നമുക്ക് വേണ്ട ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് ഉള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് നിഗമം എന്ന് പറയുന്നു വേദങ്ങൾ. ആ വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ പഴമാണ് ഈ ഭാഗവതം. പിന്നെ പഴം പറഞ്ഞാൽ കിളി കൊത്തിയ പഴത്തിന് കൂടുതൽ മാധുര്യമുണ്ടാവും. അതുപോലെയാണ് ശുകമുനി എന്നും കിളി കൊത്തിക്കൊടുത്ത പഴമോ പഴമോ പഴം ഭാഗവത പഴമോ പഴമോ പഴം ഭാഗവത പഴമോ പഴമോ പഴം தேடித்திரிந்தாலும் காண கிடைக்காது தெய்வ அருளன்றியோ கடையில் கிடைக்காது. ஆடிக்காற்றில் விழவோ எளிதாயிருக்காது, அதற்கென மற்றொரு காலமுமாகட்டும் அப்போது பார்ப்போம் என்றால் எப்போதும் கிடைக்காத പഴമോ പഴമോ പഴം. ഭഗവാന്റെ കാരുണ്യമുള്ളവർക്ക് മാത്രമേ ഈ ഭാഗവത പഴം കിട്ടുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നു. ശുഖമുഖാത്ത് ഇവിടെ ശ്രീധരസ്വാമിക്ക് വ്യാഖ്യാനത്തിൽ രസമായിട്ട് വർണ്ണിക്കുന്നു. തത്വ വൈകുണ്ഠഗതം ഫലം. ഈ ഭാഗവതമാകുന്ന പഴം വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. മഹാവിഷ്ണു തൻ്റെ ജ്യേഷ്ഠപുത്രനായ ബ്രഹ്മാവിനെ കൊടുത്തു. ബ്രഹ്മാവിൽ നിന്നും നാരദൻ്റെ കയ്യിൽ കിട്ടി. നാരദൻ ഈ പഴം വ്യാസനക്ക് കൊടുത്തു. വ്യാസൻ തൻ്റെ പുത്രനായ ശുകാചാര്യനക്ക് കൊടുത്തു. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കൊടുത്തത് മുഴുവൻ കഴിക്കാറില്ല. അത് കഴിക്കുമ്പോൾ പകുതി ഉള്ളിൽ ചെല്ലും, പകുതി ഇങ്ങ് പുറത്ത് വരും. അങ്ങനെ ശുകാചാര്യനക്ക് കൊടുക്കുമ്പോൾ ഭാഗവതം അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്ന് കുറച്ച് പകുതി വീണതാണ്. അതാണ് കൂടുതൽ മാധുര്യം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നു. ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ഈ ഭാഗവതമാകുന്ന പഴം കുടിച്ചോളൂ. പഴം കുടിക്കാൻ പറ്റുമോ? പാല് കുടിക്കാം, പഴം കടിക്കാം. ഇവിടെ പറയുന്നു ഭാഗവതം പിബത, കുടിച്ചോളൂ. പറയാൻ എന്താ കാരണം? ഈ ചില പഴങ്ങളിൽ കുരു ഉണ്ടാവും. ഇപ്പം മാമ്പഴം കഴിക്കുമ്പോൾ മാങ്ങ എന്ത് ചെയ്യണം? അതിൻ്റെ കുരു കളയണം. വാഴപ്പഴം ആകുമ്പോൾ പുറത്തുള്ള തോല് കളയണം. അങ്ങനെ കളയാനുള്ള ഒരു സാധനം ഇവിടെ ഇല്ല. അങ്ങനെ കുടിക്കാനുള്ള പഴമാണ്.
ആലയം. ആലയം പറഞ്ഞാൽ ആ ഭാഗവതത്തിൽ ലയിക്കുന്ന പര്യന്തം നമുക്ക് ഇത് ആസ്വദിക്കാം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. ഇത് കേൾക്കാൻ നല്ല രാസിക്യമുള്ളവരാണ് ആദ്യം വരേണ്ടവർ. രാസിക്യമുള്ളവർ പറഞ്ഞാൽ നല്ല രസിച്ച് ആസ്വദിക്കുന്നവർ. രസിച്ച് ആസ്വദിക്കുന്നവർ പറഞ്ഞാൽ ചില ആളുകൾ പാൽപായസം രസിച്ച് ആസ്വദിക്കും, ചില ആളുകൾ സീരിയൽ സിനിമ ആസ്വദിച്ച് രസിക്കും, ചില ആളുകൾ പാട്ട് ആസ്വദിച്ച് രസിക്കും, ചില ആളുകൾ ഡാൻസ് ആസ്വദിച്ച് രസിക്കും. അങ്ങനെ എല്ലാം ആസ്വദിച്ച് രസിക്കുന്നവർ പോരാ, പ്രത്യേകം ഭഗവാന്റെ കാര്യം മാത്രം ആസ്വദിക്കുന്ന ഭാവുകാഹ ഭക്തന്മാരായ രസികന്മാരാണ് ഇവിടെ ആദ്യം വരേണ്ടത്. ഈ ഭാഗവതം നൈമിഷാരണ്യം എന്നൊരു ക്ഷേത്രം. പണ്ട് ഋഷീശ്വരന്മാർ തപസ് ചെയ്യാൻ നല്ല സ്ഥലം വേണം എന്ന് ബ്രഹ്മാവോട് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് ദർഭ കൊണ്ട് ഒരു ചക്രം ഉണ്ടാക്കി അത് ഉരുട്ടി വിട്ടു. ആ ചക്രം ഉരുണ്ട് ഇങ്ങനെ എവിടെ വീഴുന്നുവോ അതാണ് നല്ല സ്ഥലം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോൾ ഈ ചക്രം ഉരുണ്ട് ഓടി ഇവിടെ വീണു. ലക്നോ എന്ന ഒരു സ്ഥലമുണ്ട് ഉത്തർപ്രദേശത്തിൽ. അതിൻ്റെ അടുത്താണ് ഈ നൈമിഷാരണ്യക്കാട്. ആ ദർഭ വീണ സ്ഥലമാണ് ചക്രതീർത്ഥം. ഇപ്പോഴും ഒരു തീർത്ഥക്കുളമായിട്ട് അവിടെ ഇരിക്കുന്നു. മഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ കാടുരൂപത്തിലാണ് ഭഗവാൻ അവിടെ പ്രകാശിക്കുന്നു. അവിടുത്തെ മരങ്ങൾ പോലും ഭഗവാന്റെ സ്വരൂപമാണ്. പുഷ്കരം എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ തീർത്ഥക്കുളമാണ് പ്രധാനം. അവിടെ കുളത്തിനാണ് കൂടുതൽ പൂജ. ഇതൊക്കെ ജഗന്നാഥം എന്ന ക്ഷേത്രത്തിൽ ഭഗവാൻ പ്രസാദ രൂപത്തിലാണ്. അവിടെ ഭഗവാന്റെ പ്രസാദം ഭഗവാന്റെ സ്വരൂപമാണ്. അത് കളയാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടെ കാടുരൂപത്തിലാണ് ഭഗവാൻ പ്രകാശിക്കുന്നു. ആ നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ വച്ച് ശൗണകാദി ഋഷീശ്വരന്മാർ യാഗം ചെയ്യുന്നു. സത്രം സ്വർഗായ ലോകായ. സ്വർഗത്തിന് പോകാൻ വേണ്ടി യാഗം ചെയ്യുന്നില്ലേ, സ്വർഗത്തിൽ പാടുന്ന ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയാണ് ഇവർ യാഗം ചെയ്യുന്നു. അങ്ങനെ യാഗം ചെയ്യുന്ന സമയത്ത് രാവിലെ 6-7 മണിക്ക് തുടങ്ങിയാൽ 12 മണിക്ക് നിർത്തും. വീണ്ടും സന്ധ്യാസമയത്തിൽ 5 മണിക്കേ തുടങ്ങുള്ളൂ. അപ്പോൾ ഇടവേള സമയത്ത് ഉറങ്ങാൻ പാടില്ല യാഗം ചെയ്യുന്നവർ. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ കഥകൾ കേട്ടിരുന്നു. അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ രോമഹർഷണൻ പേരുള്ള മഹാത്മാവ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായി, അദ്ദേഹത്തിന് ബലരാമസ്വാമി വധിച്ചു. എന്താ കാരണം, വലിയ വലിയ മഹാത്മാക്കൾ താഴെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം മുകളിൽ ഇരുന്ന് പ്രഭാഷണം ചെയ്യുന്നു. അപ്പോൾ ബലരാമസ്വാമി അവിടെ നോക്കി, വലിയ ആൾക്കാർ താഴെ ഇരിക്കുമ്പോൾ ചെറിയ ആളുകൾ മുകളിൽ കയറിയിരിക്കാൻ പാടില്ല. വേദം പഠിച്ച ആൾക്കാർക്ക് താഴെ ഇരിക്കുമ്പോൾ വേദം പഠിക്കാതെ നീ മുകളിൽ കയറിയിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബലരാമസ്വാമി ഇത് ചെയ്തു, തൻ്റെ ദർഭ കൊണ്ടുവന്ന് അടിച്ചു. വല്ലവനുക്ക് പുല്ലായുധം പറയാറുണ്ടല്ലോ, അത് ബലരാമസ്വാമിക്കാണ്. ബലരാമസ്വാമി അതേപോലെ രാമചന്ദ്രസ്വാമി, ഇവർ രണ്ടുപേർക്കും പുല്ലാണ് ആയുധം. ബലരാമസ്വാമി ദർഭ കൊണ്ടുവന്ന് അടിച്ചപ്പോൾ അദ്ദേഹം വീണു മരിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഋഷീശ്വരന്മാർ പറഞ്ഞു, അസ്യ ബ്രഹ്മാസനം ദത്തം അസ്മാഭിരി യദു പുങ്കവ ആയുശ്ചാത്മാക്ലമം താവത് യാവത് സത്രം സമാപ്യതേ. അസ്യ ബ്രഹ്മാസനം, ഞങ്ങളാണ് ഇദ്ദേഹത്തിനെ മേളിൽ കയറ്റി ഇരുത്തി പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഇരുത്തിയതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കഥ പറയാൻ ആളില്ലല്ലോ എന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞപ്പോഴാണ്, പിന്നെ നിങ്ങൾ അടിച്ച് വീണ്ടും ജീവിച്ചാൽ പിന്നെ ഭഗവാന്റെ അസ്ത്രത്തിന് ശക്തിയില്ലാതാവും. അസ്ത്രസ്യ തവ വീര്യസ്യ. അപ്പോൾ ഭഗവാന്റെ അസ്ത്രത്തിന് കുറവ് വരാൻ പാടില്ല. പിന്നെ ഈ മരിച്ച ആളും വീണ്ടും എന്നിട്ട് കഥ പറഞ്ഞാൽ ബലരാമസ്വാമിയുടെ ആയുധത്തിന് ശക്തിയില്ല പറയും. അപ്പോൾ ഞങ്ങൾക്ക് കഥ പറയാൻ ഒരാൾ കൂടി വേണം, അതിന് വേണ്ട വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ പറഞ്ഞപ്പോഴാണ് രോമഹർഷണൻ്റെ പുത്രനാണ് ഉഗ്രശ്രവസ് എന്ന് പേര്. ഉഗ്രശ്രവസ് പറഞ്ഞാൽ നല്ല തീക്ഷ്ണമായ ചെവി ഉള്ള ആളാണ്.
എവിടെ ഭാഗവതം നടന്നാലും ഇവിടെ ഇരുന്ന് കേൾക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ യൂട്യൂബിലാണ് ഓരോ സ്ഥലത്തിൽ ഇങ്ങനെ ലൈവ് നടക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗുരുവായൂരിൽ സത്രം നടക്കുന്നുണ്ട്, അവിടെ ഒരു സത്രം നടക്കുമ്പോൾ അങ്ങനെ യൂട്യൂബ് ഇല്ലാതെ മൊബൈൽ ഇല്ലാതെ തന്നെ ധ്യാനം കൊണ്ട് ഇരുന്ന സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കേൾക്കാൻ കഴിവുള്ള ആളായിരുന്നു ഉഗ്രശ്രവസ്. അല്ലെങ്കിൽ ഉഗ്രൻ പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. ഉഗ്രം വീരം മഹാവിഷ്ണു. ഉഗ്രനായ നരസിംഹൻ്റെ കഥ കേൾക്കാനും ആ നരസിംഹൻ്റെ പുകഴ് പാടാനും താത്പര്യമുള്ളത് കൊണ്ടാണ് ഉഗ്രശ്രവസ് എന്ന് പേര്. അദ്ദേഹത്തിൻ്റെ മകനെ ഭഗവാൻ ബലരാമസ്വാമി അനുഗ്രഹിച്ചു. കഥ പറഞ്ഞോളുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേർക്കും സൂതൻ എന്നാണ് പേര്. സൂതൻ പറഞ്ഞാൽ പണ്ട് ഓരോരോ കാര്യം ചെയ്യാൻ വേണ്ടി ഓരോരോ ആളെ ഏൽപ്പിച്ചിരുന്നു. കഥ പറയുന്ന ആൾക്കാണ് സൂതൻ. സൂതാഹ പൗരാണികാഹ പ്രോക്താഹ. പണ്ട് കൊട്ടാരങ്ങളിൽ 3 തരം ആളുകൾ ഉണ്ടായിരുന്നു. പുരാണ കഥകൾ പറയുന്നവരുടെ പേരാണ് സൂതൻ. പിന്നെ രാജാക്കളുടെ വംശം, ഈ രാജാവിൻ്റെ അടുത്ത രാജ ഇയാളാണ്, ഈ രാജാക്കളുടെ അടുത്ത ആളാണ്, ഇങ്ങനെ എല്ലാ രാജാക്കളുടെ ഹിസ്റ്ററി പറയുന്ന ആളുകളുടെ പേരാണ് മാഗധന്മാർ. മാഗധ വംശശംസകാഹ. വന്ദിനസ്ത്വമലപ്രജ്ഞാഹ പ്രസ്താവ സദൃശോക്തയ. പിന്നെ ബന്ദികൾ, സൂതൻ, മാഗധൻ, ബന്ദി. ഈ ബന്ദികളൊക്കെ ഓരോരോ സമയത്തിൻ്റെ പ്രാധാന്യം. ഇന്ന് തിങ്കളാഴ്ചക്ക് എന്താണ് പെരുമ, ഇന്നലെ ഭാനുസപ്തമി, ഇങ്ങനെ ഓരോരോ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് ബന്ദികൾ. അങ്ങനെ 3 തരം ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ തേര് തെളിക്കുന്ന ആളുകൾക്കും സൂതൻ എന്ന് പേര് പറയാറുണ്ട്. എന്തായാലും നമ്മുടെ ഈ ശരീരമാകുന്ന തേര് നല്ല വിധത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കഥ പറയുന്നത് കൊണ്ട് ഇവർക്കും സൂതൻ എന്ന് പേര് വന്നു. ഈ സൂത പൗരാണികനാണ്. ഇവിടെ കഥ പറഞ്ഞു വരുമ്പോൾ ഋഷീശ്വരന്മാർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇതുവരെ കഥ പറഞ്ഞത് മതി, ഇനി കഥകളുടെ സാരം പറഞ്ഞാൽ മതി. എല്ലാ പുരാണങ്ങളുടെ സാരം എടുത്ത് പറയണം. എന്താ കാരണം, വരാൻ പോകുന്ന കലിയുഗത്തിൽ എല്ലാ പുരാണങ്ങളും പഠിക്കാൻ സമയം ഉണ്ടാവില്ല. മന്ദാഹ സുമന്ദമതയഃ മന്ദഭാഗ്യാഹ്യുപദ്രുതാഹ. കലിയുഗത്തിലിരിക്കുന്ന ജനങ്ങൾ മന്ദന്മാർ. മന്ദൻ പറഞ്ഞാൽ മടിയന്മാരാണ്, അലസാഹ. സപ്താഹം നടക്കുന്നു വരൂ പറഞ്ഞാൽ ഞാൻ അവസാന ദിവസം വരാം അങ്ങനെ പറഞ്ഞു പോകും. ആദ്യ ദിവസം വരാം എന്ന് പുറപ്പെട്ട് വരാറില്ല. മന്ദാഹ സുമന്ദമതയഃ. ഇവിടെ വന്നാലും പറയുന്ന കഥകൾ പെട്ടെന്ന് മനസ്സിലാവില്ല. സുമന്ദമതയഃ. ബുദ്ധി കുറവാണ് കലിയുഗ ജനങ്ങൾക്ക്. പണ്ടൊക്കെ ഒരു 10-100 നമ്പർ ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ സ്വന്തം നമ്പർ, മൊബൈൽ നമ്പർ എന്താണ് ചോദിച്ചാൽ 1 മിനിറ്റ് നോക്കി പറയാം. ഇങ്ങനെ മൊബൈൽ നോക്കിയാണ് സ്വന്തം നമ്പർ പോലും പറയുന്നു. സ്വന്തം നമ്പർ ഒരു 10 നമ്പർ ഓർമ്മിക്കാൻ പോലും ബുദ്ധിയില്ല. പണ്ട് മെമ്മറി ഇവിടെയായിരുന്നു, നമ്മുടെ തലയിൽ, മസ്തിഷ്കത്തിൽ. ഇപ്പോൾ മെമ്മറി മുഴുവനും മൊബൈലിൻ്റെ ഉള്ളിലായിപ്പോയി. അവിടെ മെമ്മറി കൂടിയപ്പോൾ ഇവിടെ മെമ്മറി കുറഞ്ഞു. ശരി, 10 നമ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 4 നമ്പർ ഓർമ്മ വേണ്ടേ? ബാങ്കിൽ ATM പണം എടുക്കാൻ ഒരു 4 നമ്പർ ഓർമ്മ വേണ്ടേ? അതുപോലും ഓർമ്മയില്ലേ, അത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടി വരും. ഇത്രയും ബുദ്ധി കുറവായി പോകുന്നു കലിയുഗ ജനങ്ങൾക്ക്. അപ്പോൾ മന്ദമതയഃ. പിന്നെ മന്ദഭാഗ്യാഹ. ഭാഗ്യക്കുറവാണ്. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും ഭാഗ്യസൂക്തം നടത്തണം പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഭാഗ്യസൂക്തം ഭഗൻ എന്ന പേരുള്ള ദേവതയെക്കുറിച്ചുള്ള മന്ത്രമാണ്. പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേന്ന് രാവിലെ എഴുന്നേറ്റ് ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്. ഭഗൻ്റെ ദേവതയെക്കുറിച്ച് പറയുന്ന മന്ത്രം കൊണ്ടാണ് അത് ഭാഗ്യസൂക്തം എന്ന് നമ്മൾ പറയുന്നു. ആ ഭാഗ്യസൂക്ത അർച്ചന നടത്തണം. ഇല്ലെങ്കിൽ ചെയ്യും ഗുരുവായൂർ ചെല്ലണം. എന്താ കാരണം, നമ്മുടെ എല്ലാവരുടെ ഭാഗ്യവും മൊത്തമായിട്ട് അവിടെ വച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നു ഭട്ടതിരി. ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ജനാനാം ഭാഗ്യം ഗുരുപവനപുരേ. എല്ലാ ജനങ്ങളുടെ ഭാഗ്യവും മൊത്തമായിട്ട് ഉരുട്ടി അവിടെ ഗുരുവായൂരിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യക്കുറവുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ഗുരുവായൂർ ചെല്ലാം, കൊണ്ട് കണ്ടാൽ കുറച്ച് ഭാഗ്യം മേടിച്ച് കൊണ്ടുവരാം.
അങ്ങനെയാണ് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അപ്പോൾ ഭാഗ്യക്കുറവ് കൊണ്ട് നമുക്ക് ഇങ്ങനെ നല്ല കറികൾ ഭാഗവതം കേൾക്കാൻ തോന്നുന്നില്ലേ? മന്ദഭാഗ്യാഹ. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ കഥ കേൾക്കാൻ ഇരിക്കാൻ വയ്യ. ചില ആൾക്ക് താഴെ ഇരിക്കാൻ വയ്യ, മുകളിൽ ഇരിക്കാൻ വയ്യ, ചാരി ഇരിക്കാൻ വയ്യ, ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉപദ്രുതാഹ. ഇങ്ങനെയുള്ള കലിയുഗ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ പുരാണങ്ങളുടെ സാരം എടുത്തു പറയണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൂതപൗരാണികൻ തൻ്റെ ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രവുമഹർഷണി പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ. ഇതി സംപ്രശ്ന സംഹൃഷ്ട. ഇവരുടെ നല്ല ചോദ്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി. എന്തുകൊണ്ടാണ് സന്തോഷം? ഇങ്ങനെ വലിയ വലിയ മഹാത്മാക്കൾക്ക് കഥ പറയാനുള്ള ഭാഗ്യം കിട്ടിയല്ലേ വിചാരിച്ച് സന്തോഷം. ഇതി സംപ്രശ്ന സംഹൃഷ്ട. മാത്രമല്ല ഭഗവാന്റെ കഥകളെ പറയണം ചോദിച്ചത് കൊണ്ട് വളരെ സന്തോഷം. സാധാരണ രാജാക്കളുടെ കഥ പറയുമ്പോൾ അത്ര സന്തോഷം ഉണ്ടാവാറില്ല. അപ്പോൾ ഭഗവാന്റെ കഥ പറയണം പറഞ്ഞത് കൊണ്ടാണ് ഇതി സംപ്രശ്ന സംഹൃഷ്ട. അങ്ങനെ സന്തോഷത്തോടു കൂടി, അതും പുണ്യക്ഷേത്രത്തിൽ നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ വച്ച് കഥ പറയാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ വിചാരിച്ച് അദ്ദേഹം സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ശുകാചാര്യൻ. ശുകാചാര്യൻ പരീക്ഷത്തിൻ്റെ മുമ്പിൽ ഭാഗവത കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് അവിടെ വലിയ വലിയ മഹാത്മാക്കൾ മുമ്പിൽ ഉണ്ടായിരുന്നു. ശുകാചാര്യൻ്റെ സപ്താഹ സമയത്ത് വ്യാസൻ, മൈത്രേയൻ, നാരദൻ, പരാശരൻ എന്ന വലിയ വലിയ മഹാത്മാക്കളാണ്. അവരുടെ ഒപ്പം ഇരുന്ന് കേൾക്കാൻ തനിക്ക് അർഹതയില്ല വിചാരിച്ച് ഈ സൂത പൗരാണികൻ എന്ത് ചെയ്തു? ഈ മഹാത്മാക്കൾ മിതിയടികൾ പാദരക്ഷയോടെ അഴിച്ചു വച്ചിരിക്കുന്നുവോ അവിടെ ഇരുന്നിട്ടാണ്, മാറിയിരുന്നിട്ടാണ് അദ്ദേഹം കഥ കേട്ടിരുന്നു. ശുകാചാര്യൻ വേറെ ഒരാളെയും നോക്കാറില്ല, പരീക്ഷത്തിനെ മാത്രം നോക്കി കഥ പറയും. രാജനെ ഇടയ്ക്ക് വിളിക്കും. ഇങ്ങനെ പരീക്ഷത്തിനെ നോക്കുന്ന ശുകാചാര്യൻ ഇടയ്ക്ക് ആ സൂതപൗരാണി നോക്കാറുണ്ട്. അപ്പോൾ സൂതപൗരാണിക്ക് സന്തോഷം, ഇത്രയും ആളുകളെ കടന്ന് എന്നെ നോക്കുന്നുണ്ടല്ലോ ഗുരുനാഥൻ. ആ ഗുരു കടാക്ഷത്തിൻ്റെ പെരുമ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അവസാനം ഭാഗവതം സമർപ്പിക്കുമ്പോൾ ശുകാചാര്യൻ പറഞ്ഞു, എനിക്ക് ശേഷം ഈ ഭാഗവതം അവിടെ ഇരിക്കുന്ന സൂതപൗരാണികനാണ് മഹർഷിമാർക്ക് നൈമിഷാരണ്യത്തിൽ പറഞ്ഞു കൊടുക്കും. ഏതാം വക്ഷ്യത്യസൗ സൂതഃ ഋഷിഭ്യോ നൈമിഷാലയേ ദീർഘസത്രേ കുരുശ്രേഷ്ഠ സംപൃഷ്ട ശൗനകാദിഭിഃ. എനിക്ക് ശേഷം ആ സൂതപൗരാണികനാണ് കഥ പറഞ്ഞു കൊടുക്കും പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് തൻ്റെ ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നു. ശുകാചാര്യനുക്ക് മുമ്പ് വരെ ഒരാൾക്ക് മാത്രമേ ഉപദേശം കിട്ടിയിട്ടുള്ളൂ. ഭഗവാൻ ബ്രഹ്മാവിന് മാത്രം ഉപദേശം കൊടുത്തു, ബ്രഹ്മാവ് നാരദനുക്ക് മാത്രം ഉപദേശം കൊടുത്തു, നാരദൻ വ്യാസനുക്ക് മാത്രം ഉപദേശം കൊടുത്തു, വ്യാസൻ ശുകനുക്ക് മാത്രം ഉപദേശം കൊടുത്തു. ഓരോരോ ആൾക്ക് മാത്രമേ ഉപദേശം കിട്ടിയിട്ടുള്ളൂ. ശുകാചാര്യനാണ് പബ്ലിക്കായിട്ട് ഗംഗാതീരത്തിൽ വെച്ച് എല്ലാവർക്കുമായി ഉപദേശം കൊടുത്തു. സംസാരിനാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസോണുമുപജാമി ഗുരും മുനീനാം. അങ്ങനെ എല്ലാ ഋഷീശ്വരന്മാർക്കും ഗുരുനാഥനായ ആ ശുകാചാര്യനെ നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നു. ആ ശുകാചാര്യൻ്റെ ദിവ്യ തിരുവടികളെ സ്മരിക്കുന്നു. ശീതളചരണം കോമളചരണം ശീതളചരണം കോമളചരണം മഞ്ജുളചരണം മമ ഗുരുചരണം മഞ്ജുളചരണം മമ ഗുരുചരണം അദ്ഭുതചരണമനുഗ്രഹചരണം അദ്ഭുതചരണം അനുഗ്രഹചരണം സദ്ഗുരുചരണം സദാ ഭജാമ്യഹം സദ്ഗുരുചരണം സദാ ഭജാമ്യഹം ശീതളചരണം കോമളചരണം ശീതളചരണം കോമളചരണം മഞ്ജുളചരണം മമ ഗുരുചരണം മഞ്ജുളചരണം മമ ഗുരുചരണം. അങ്ങനെ ശുകാചാര്യൻ നമുക്ക് വേണ്ടി ഈ ഭാഗവതം കൊടുത്തു. ആ ഭാഗവതത്തിൽ ഭക്തിയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് വർണ്ണിക്കുന്നു.
വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനഞ്ച യദഹൈതുകം. നമുക്ക് ജ്ഞാനം കൊണ്ടാണ് മുക്തി. ഹൃദയ ജ്ഞാനാൻ നമുക്തി സ്യാത്. ജ്ഞാനമില്ലാത്തവർക്ക് മുക്തി കിട്ടില്ല. അപ്പം ജ്ഞാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ചെയ്താൽ മതി, നമുക്ക് ജ്ഞാനം ഉണ്ടാവും. അതാണ് മാഹാത്മ്യ കഥയിൽ പറയുന്നു. ഭക്തിദേവിയെ ഒരു അമ്മയായിട്ടും ജ്ഞാനവൈരാഗ്യങ്ങളെ കുട്ടികളായിട്ടും പറയാൻ എന്താ കാരണം? കുട്ടികളെ വിളിച്ചാൽ വരില്ല, അമ്മയെ വിളിച്ചാൽ അമ്മയുടെ ഒപ്പം കുട്ടികൾ വന്നോളും. അതുപോലെ ഭക്തി ചെയ്യണം. ഭക്തി ആരോടാണ് ചെയ്യണം? അത് സത്വഗുണമൂർത്തിയായ ഗുരുവായൂരപ്പനിടത്തിലാണ് ഭക്തി ചെയ്യണം. വാസുദേവ പരാവേദ വാസുദേവ പരാമഖാഹ. ആ ഗുരുവായൂരപ്പനാണ് പല രൂപങ്ങൾ ധരിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഗുരുവായൂരപ്പനുടെ 22 അവതാരങ്ങളൊക്കെ ഇവിടെ വർണ്ണിക്കുന്നു. ഈ അവതാര കഥകളെ ശുകാചാര്യൻ പരീക്ഷത്തിന് ഉപദേശം കൊടുത്തു പറഞ്ഞപ്പോഴാണ് ശൗണകാദി ഋഷീശ്വരന്മാർ ചോദിക്കുന്നു, ആ പരീക്ഷത്തിൻ്റെ കഥയും ഞങ്ങൾക്ക് ഉപദേശം തരണം. പരീക്ഷത്തിൻ്റെ കഥ എന്താ കാരണം? ചെറുപ്പത്തിൽ തന്നെ ഭാഗവതം കേൾക്കാൻ പുറപ്പെട്ട് വന്നില്ലേ. ചില ആളുകൾ പ്രായമായ ശേഷമേ വരുള്ളൂ, എല്ലാം റിട്ടയറായ ശേഷം ഭാഗവതം കേൾക്കാൻ പോവാം. ഇവിടെ ചില കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ഭാഗ്യം ചെയ്തവർ. അങ്ങനെ ചെറുപ്പത്തിൽ മിക്കവാറും പ്രഭാ സപ്താഹത്തിലിരിക്കുന്നതൊക്കെ തല നരച്ചിട്ടേ ഇരിക്കുള്ളൂ. പിന്നെ ഗോദ്രേജ് കമ്പനി വന്ന ശേഷം മിക്ക ആളുകൾക്കും തല നരയ്ക്കുന്നില്ല. എന്തായാലും ഇവിടെ യുവൈഷത്തോത് സൃഷ്ടുമഹോ, യുവാവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഭാഗവതം കേൾക്കാൻ ഇരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. അതും ഇപ്പോഴത്തെ കുട്ടികളെ ഒരു സ്ഥലത്തിൽ ഇരുത്തണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കയ്യിൽ ഇങ്ങനെ മൊബൈലിന് ഒരു സാധനം അത് കൊടുത്ത് ഇരുന്നോളൂ പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇരുന്നോളും. ഇല്ലെങ്കിൽ കുട്ടികളെ ഇരുത്താൻ പറ്റുന്നില്ല. കുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാർ ഇങ്ങനെ നിങ്ങൾ സാധനം കൊടുത്താലേ ഇരിക്കുള്ളൂ. അങ്ങനെ ആണ് ഇപ്പോഴത്തെ കുട്ടികളുടെ നില. അങ്ങനെ ഇല്ലാതെ യുവാവായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് കഥ കേൾക്കണമെന്നും എല്ലാവരും വരാറില്ല. ഇങ്ങനെ യുവാവായിട്ട് കഥ കേൾക്കാൻ പുറപ്പെട്ട് വന്നില്ലേ പരീക്ഷിത്ത്. ആ പരീക്ഷത്തിൻ്റെ കഥയും 17 പുരാണം രചിച്ച വ്യാസൻ 18ാമത്തെ പുരാണം രചിക്കാൻ എന്താണ് കാരണം? 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് 17 പുരാണം രചിച്ചിട്ടും വ്യാസനക്ക് ഒരു സമാധാനമില്ല, മനസ്സമാധാനം. അങ്ങനെ സമാധാനമില്ലാതെ വ്യാസൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് വ്യാസൻ്റെ ആസനത്തിലേക്ക് നാരദൻ വരുന്നു, നാമം ജപിച്ച്. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ.